ഗണപതി ക്ഷേത്രത്തിൽ നാളികേരമുടയ്ക്കുന്നു. എന്തിന് എന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സർവ്വവിഘ്നങ്ങളും നമ്മളെ സർവ്വ തടസ്സങ്ങളും നീങ്ങുവാൻ വിഘ്നേശ്വരനായ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നാളികേരമുടയ്ക്കുന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ തത്വരഹസ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. എന്താണ് നാളികേരം? മനുഷ്യ ശരീരത്തെ ഇത്ര ഉപമിപ്പിക്കാൻ പറ്റിയ മറ്റൊരു വസ്തു നാളികേരത്തോളം ഈ ലോകത്തിലില്ല. നാളികേരത്തിൻ്റെ പുറത്ത് നമുക്കറിയാം ചകിരിയാണ്, അതിനുള്ളിൽ എന്താണ്, തോടാണ്, അച്ചിരട്ട, അതിനുള്ളിലാണ് കാമ്പ്, അതിനുള്ളിലാണ് വെള്ളം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ചകിരി എന്താണ്, മായാതത്വമാണ്. അതിനുള്ളിൽ ഈ മായാതത്വം ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ചിരട്ട എന്ന് പറയുന്ന അഹങ്കാര തത്വമാണ്. നമ്മിലെ അഹങ്കാര തത്വം ചിരട്ട പോലെ കട്ടിപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ മുമ്പിൽ എറിഞ്ഞുടയ്ക്കേണ്ടത്. എന്ത്? ഈ നാളികേരം. അങ്ങനെ എറിഞ്ഞുടയ്ക്കുമ്പോൾ ഇത് ചെതറണം. നമ്മിലെ അഹങ്കാര തത്വം ജീവനെയും ഈശ്വരനെയും തമ്മിൽ അകറ്റി നിർത്തുന്ന ഏറ്റവും പ്രബലനായ ശത്രു അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ഇതിനെ എറിഞ്ഞുടയ്ക്കണം. എറിഞ്ഞുടച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ശുദ്ധമായ വെള്ളമുണ്ടല്ലോ, അതെന്താണ്? അതാണ് ശരിക്കും ജീവാത്മ പരമാത്മ ഐക്യം സ്ഥാപിക്കുമ്പോൾ തലച്ചോറിലെ ചിച്ചന്ദ്രമണ്ഡലത്തെ ചുറ്റി നിൽക്കുന്ന കർണികയിലൂടെ പ്രവഹിക്കുന്ന അമൃതധാരയാണ് ഈ വെള്ളം. ഈ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ നാളികേരമുടയ്ക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മഹത്തായ ഈ ആശയം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്തേ.